ഹലോ, ഗുഡ് മോർണിംഗ്. എല്ലാവരും എന്നെ എടുക്കണു. ചായ കുടിച്ചോ? പിന്നെ ഇന്ന് പറയാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ യു എയിലോട്ട് പുതുതായിട്ട് വരുന്നവരില്ലേ, യു എയിലോട്ട് വരാൻ വേണ്ടി നിൽക്കുന്നവരില്ലേ, നന്നായിട്ട് ശ്രമിച്ചാൽ നമുക്ക് എവിടെ വേണമെങ്കിലും എത്താം. ഓക്കെ. അല്ലെങ്കിൽ ഇവിടെ വന്നാൽ ഭയങ്കര സംഭവമാണ്, ഇല്ലെങ്കിൽ ഭയങ്കര എന്താണ് വലിയ സംഭവമാണ്, നല്ല എളുപ്പമായിരിക്കും ജോലി കിട്ടാൻ എന്നൊക്കെ പ്രതീക്ഷിച്ച് വരുന്നവരോടാണ്. ഒരിക്കലും അതത്ര വലിയ ഈസി ആയുള്ള കാര്യമല്ല. വരാൻ വേണ്ടി ഇരിക്കുന്നവരോടാണ് കേട്ടോ. വന്നവരോടും ഇല്ലെങ്കിൽ അതിനെക്കുറിച്ച് അറിയുന്നവരോടും വർഷങ്ങളായിട്ട് ഇവിടെ നിൽക്കുന്നവരോടും അങ്ങനെയുള്ള അവർക്കൊക്കെ അറിയാം. ഞാൻ എൻ്റെ കാര്യം തന്നെ പറയുകയാണെങ്കിൽ ഒരുപാട് അനുഭവിച്ചു ഇവിടെ വന്നിട്ട്. മീൻസ് ജോലിക്ക് വേണ്ടി തന്നെ, ജോലിക്ക് അവിടെ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നത് എങ്ങനെയാണെന്നും ഏത് ജോലിക്ക് എന്തിനാണ് വന്നതെന്നും വന്നു കഴിഞ്ഞിട്ട് അവിടെ അത് കഷ്ടപ്പെട്ടതും പിന്നെ ഇവിടം വരെ എത്തിയതും ഒക്കെ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് തന്നെയാണ്. അപ്പോൾ അത്ര ഈസി അല്ല നമുക്ക് യു എയിലെ ഒരു ജോലി നമുക്ക് കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ. അപ്പോൾ എന്തായാലും നല്ല എഫേർട്ട് എടുത്ത് ഇവിടെ വന്ന് നന്നായിട്ട്, സത്യം പറഞ്ഞാൽ വരാനുള്ളവരോടാണ്. ആരെങ്കിലുമൊക്കെ റിലേറ്റീവ്സൊക്കെ ഉണ്ടെങ്കിൽ ഒരു വിസിറ്റിംഗ് അടുത്ത് ഈ ഏജൻസിക്ക് കൊണ്ട് പൈസയൊന്നും കൊടുക്കാതെ ഏതെങ്കിലും റിലേറ്റീവ്സിൻ്റെ അടുത്ത് ചോദിച്ച് അവരുടെ കീഴിൽ ഇവിടെ വന്നിട്ട് ജോലി തപ്പണമായിരിക്കും ബെറ്റർ. മീൻസ് ജോലി തപ്പാൻ ഒരു ഇച്ചിരി ക്ഷമയും കാര്യങ്ങളൊക്കെ വേണം. വന്ന ഉടനെ തന്നെ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും കിട്ടത്തില്ല. പിന്നെ ഏജൻസി ത്രൂ വന്നു കഴിഞ്ഞാലും അതും വലിയ ഈസി ആയിട്ടുള്ള കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, ഞാൻ എൻ്റെ കാര്യമാണ് പറയണത്. മറ്റുള്ളവരുടെ കുറിച്ചൊന്നും എനിക്കറിയത്തില്ല. മറ്റുള്ള നല്ല ഏജൻസി മുഖേന വന്നു കഴിഞ്ഞാൽ നല്ല ജോലി കയറാം. അല്ലാതെ നോക്കിക്കണ്ട് എല്ലാം അറിഞ്ഞും പിടിച്ചും ഒക്കെ വേണം വരാൻ. യു എയിൽ വേറെ ഇവിടുത്തെ കാര്യം എനിക്കറിയത്തില്ല. യു എയിൽ വരുന്നെങ്കിൽ ഇപ്പം ഞാനിവിടെ നിൽക്കണതാണ് എൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. അപ്പോൾ നന്നായിട്ട് തിരക്കി നല്ല ഏജൻസികൾ, കുറേ നല്ല ഏജൻസികളുണ്ട്. അപ്പോൾ അവിടെയൊക്കെ പോയി അന്വേഷിച്ച് പറക്കിയിട്ട് വേണം വരാൻ. ഇല്ലെങ്കിൽ ഏതെങ്കിലും റിലേറ്റീവ്സോ അവരൊക്കെ ഉണ്ടെങ്കിൽ അവരോട് ചോദിച്ച് അവരുടെ ഒരു അണ്ടറിലൊക്കെ വരുവാണെങ്കിൽ നമുക്ക് ബെറ്റർ ഓപ്ഷനാണ്. പിന്നെ ഞാനിവിടെ വന്നിട്ടാണെങ്കിലും ഇവിടെ വന്നിട്ട് ആദ്യത്തെ വിസിറ്റിങ്ങിൽ വന്നിട്ട് പിന്നെ ഒന്നും കൂടെ പുതുക്കേണ്ടി വന്നു. വേറൊരു ഒരു കമ്പനിയുടെ അണ്ടറിലാണെങ്കിൽ നമുക്ക് അവർ തന്നെ വിസ ആക്കിത്തരും. അല്ലാത്തവർക്കാണെങ്കിൽ നമ്മൾ കഷ്ടപ്പെടും. അപ്പോൾ എന്തായാലും കുറച്ച് മനസ്സിന് ധൈര്യമുള്ളവരും ഇവിടെ വന്നാൽ പിടിച്ച് നിൽക്കും ഉള്ളവർക്കും വേണ്ടിയാണ് കേട്ടോ. എല്ലാവരും വേണ്ടി മാത്രമായിട്ടുള്ളവരും ഇങ്ങോട്ട് വരിക. പിന്നെ ഞാൻ ഒരുപാട് മീൻസ് ഞാൻ നാട്ടിൽ വെച്ച് റീലും കാര്യങ്ങളൊക്കെ എടുക്കുമായിരുന്നു. അപ്പോഴത്തേന് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്നത്, എന്തായാലും ഇവിടെ വന്നാലും ഈ ഫോണിൽ റീലിലും കാര്യം കാണുമ്പോഴൊക്കെ നമ്മൾ ചിന്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നന്നായിട്ട് ഇവിടെ വന്നാലും എന്ത് രസമാണ് കാണാൻ, നല്ല സ്ഥലമല്ല, അങ്ങനെ ഇങ്ങനെ കാര്യം നല്ല സ്ഥലമാണ്. പക്ഷേ ഇതുവരെ ഞാൻ റീലിൽ കണ്ട ഒരു സ്ഥലം പോലും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. മീൻസ് എവിടെയും പോയിട്ടുമില്ല. പിന്നെ നമ്മൾ ഫോണിൽ നമ്മൾ കാണുന്ന ദുബായ് അല്ല ദുബായ്. ഓക്കെ. പിന്നെ എല്ലാവരും ശ്രദ്ധിച്ച് നോക്കിക്കണ്ട് വരാനിരിക്കുന്നവർ വരിക. നല്ല ലേഡീസിനോടാണ് കൂടുതൽ പറയാനുള്ളത്. ആൺപിള്ളേർ പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കാണിച്ചു പറിക്കുക, അവർക്ക് നിങ്ങൾ പൊക്കും. പക്ഷെ പെൺപിള്ളേർ ഈ ദുബായിൽ വന്നിട്ട് നല്ല ഇത് കിട്ടും എന്ന് പറഞ്ഞിട്ട് വന്നവരൊക്കെ അവിടെയാണ്. അവരാണെങ്കിലും നോക്കിക്കണ്ട് ശ്രദ്ധിച്ച് കയറി വരാൻ ശ്രദ്ധിക്കുക. അതായിരിക്കും ബെറ്റർ ഓപ്ഷൻ. ഇല്ലെങ്കിൽ ഞാൻ കഷ്ടപ്പെട്ട പോലെ നന്നായിട്ട് കഷ്ടപ്പെടേണ്ടി വരും. പിന്നെ വേറെന്താണ്, നന്നായിട്ട് എഫേർട്ട് എടുത്താൽ കിട്ടാവുന്ന ഒരു ജോലിയില്ല, കിട്ടില്ലാത്ത ഒരു ജോലിയില്ല. ബട്ട് എഫേർട്ട് നമുക്ക് എവിടെ വേണമെങ്കിലും കിട്ടും. നമുക്ക് മനസ്സിനൊരു ധൈര്യവും പിടിച്ച് നിൽക്കുന്ന ഒരു ഇതുണ്ടെങ്കിൽ നമുക്ക് എവിടെയും നിൽക്കാം. ഓക്കെ. അപ്പോൾ ഓക്കെ, ബൈ.